എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ചെയ്യുന്നത് ക്രീം കേക്കിൻ്റെ ബേസായ വാനില സ്പോഞ്ച് കേക്കും അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള കപ്പ് കേക്കുകളുമാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ കപ്പ് കേക്കിൻ്റെ അടിയിലുള്ള കപ്പ് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്നും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് തയ്യാറാക്കാം. എഗ്ലെസ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബട്ടറും തൈരും എടുത്തു വയ്ക്കാം. ഞാൻ ഒരു ഫുൾ ബട്ടറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരു കപ്പ് തൈര്. പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ എടുത്തു വെക്കാനായിട്ട്. ബട്ടർ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. നിങ്ങളുടെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ ബട്ടർ ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുത്താലും മതി. അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ മറ്റോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒന്ന് ഉരുക്കിയെടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബട്ടറിന് പകരം മുട്ടയാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ മറ്റുള്ള കേക്കുകൾ ചെയ്ത പോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് 250 ml ഗ്ലാസിൻ്റെ അളവിൽ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത്. അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഇതിപ്പം മുട്ടയാണ് ബീറ്റ് ചെയ്ത് വെച്ചാൽ അവരും ഇതേപോലെ തന്നെ ഈ സമയത്ത് അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒന്നിച്ചിടാതെ പല വട്ടമായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാനായിട്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടല്ല കേക്ക് ചെയ്തിരിക്കുന്നത്. എന്നാലും അത് നല്ല പെർഫെക്റ്റ് കേക്കായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സാധാ ബീറ്ററോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യാതിരിക്കരുത്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലയെന്ന് വെച്ചിട്ട് ഞാനിതിൽ ഇലക്ട്രിക് ബീറ്റർ ചെയ്യുന്നേ ഉള്ളൂ. ഇതിന് മുമ്പ് 2 വീഡിയോ ഇട്ടിട്ടുണ്ട് കേക്കിൻ്റെ. ഒരു ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ തന്നെ റെഡ് ഫോറസ്റ്റും. അതിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്നുമല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു മാർബിൾ കേക്കിൻ്റെ ഇതിട്ടിട്ടുണ്ട്. അത് ഞാൻ മിക്സി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കാണാത്തവർ ദയവായി കാണണം. നമുക്കിത് ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് മുതൽ 1.5 ടീസ്പൂൺ വരെ വാനില എസൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1.5 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്നും കൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബീറ്റ് ചെയ്ത് കറക്റ്റായി ഇതൊന്നും നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മൈദമാവ് മറ്റും എടുത്തു വയ്ക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് 250 ml കപ്പിൽ 1.5 കപ്പ്. അതുപോലെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അരിക്കണതൊന്നും കാണിക്കണില്ല. ഇത് ഞാൻ 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചതാണിത്. നിങ്ങൾ ദയവായി അതുപോലെ തന്നെ 2-3 വട്ടം തീർച്ചയായിട്ടും അരിച്ചിരിക്കണം. ഞാൻ മറ്റുള്ള വീഡിയോയിൽ അത് കാണിച്ചുകൊണ്ട് ഞാനത് പിന്നീട് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇത് മിക്സിലേക്ക് ആഡ് ചെയ്യാം. ഇത് 1 പ്രാവശ്യമായിട്ട് ഇടാതെ 2-3 പ്രാവശ്യമായിട്ട് ഇട്ടതിന് ശേഷം ഇത് മെല്ലെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതല്ലാതെ ഒത്തിരി സ്പീഡിൽ ചെയ്യരുത്. കേക്ക് കട്ടി വരും. അറിയാത്തവർക്കാണ് ഞാൻ പറയണത്. മെല്ലെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് മെല്ലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യാനുസരണം നമുക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൈര് ഇല്ലെങ്കിൽ തന്നെയായാലും പാലുണ്ടെങ്കിൽ 1-2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് തൈര് കിട്ടും. പുളിയില്ലാത്ത തൈര് വേണം നിങ്ങൾ ഇതിനായിട്ട് എടുക്കാനായിട്ട്. അതുപോലെ ബട്ടർ കുറവ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴികെ ബാക്കി ഏത് ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിലേക്ക് എക്സ്പയറി ഡേറ്റ് കഴിയാത്തത് വേണം എടുക്കാനായിട്ട്. അത് ശ്രദ്ധിക്കണം. അത് എക്സ്പയറി ഡേറ്റ് അടുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിചാരിച്ച പോലെ കേക്ക് പൊന്തി വരില്ല. ഈ കേക്ക് എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ കേക്കുകളുടെയും ബേസാണ്. ഇത് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ കേക്കും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഞാനിതിലേക്ക് അരിക്കണ സമയത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടാണ് അരിച്ചിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. മധുരത്തിൻ്റെ ലെവൽ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മറക്കരുത്. ഉപ്പും മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടിയാണ് ഞാൻ കറക്റ്റായിട്ട് അരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബാറ്റർ അങ്ങനെ കറക്റ്റായിട്ടുണ്ട്. ഇതുപോലെ നൂല് പോലെ വീഴുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കേക്കുകൾ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സോസ് പാനിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ആഡ് ചെയ്യാം. ഞാൻ ഇതിന്ന് സ്വല്പം ബാറ്റർ മാറ്റി വെച്ചിട്ടുണ്ട് കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തത്. 1 കപ്പ് മൈദയ്ക്കുള്ള അളവ് മാത്രമേ ഈ സോസ് പാനിൽ കൊള്ളുള്ളൂ. ഞാൻ അത് മാത്രം ഒഴിച്ചതിന് ശേഷം ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി തട്ടി കൊടുക്കാം. എയർ ബബിൾസ് വരാതിരിക്കാനാണ് അങ്ങനെ തട്ടി കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ഇരുമ്പ് തട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് വെച്ച് അടച്ച് വെയിറ്റ് വയ്ക്കുകയാണ്. ഇരുമ്പ് തട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കണം. അതായത് ഫുള്ളിലിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ സോസ് പാൻ വെക്കുന്ന സമയത്ത് അത് സിമ്മിലായിട്ട് ഇടണം. നമ്മൾ 20-25 മിനിറ്റ് നേരം സിമ്മിലിട്ടിട്ട് കത്തിച്ച് ഇത് വേവിച്ചെടുക്കേണ്ടതാണ്. അതായത് എനിക്കൊരു 25 മിനിറ്റാണ് കറക്റ്റ് വരാറുള്ളത്. മാർബിൾ കേക്കിൻ്റെ വീഡിയോയിൽ 20-25 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കത്തിക്കണമെന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. എല്ലാവരും എന്നോട് ദയവായി ക്ഷമിക്കണം. ഇപ്പോൾ കറക്റ്റ് 25 മിനിറ്റായി. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. സ്പോഞ്ച് പോലെ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അരിയൊക്കെ ഇപ്പോൾ തന്നെ വിട്ട് കറക്റ്റായിട്ടുണ്ട്. ഇന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ തട്ടിലാണ് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ തട്ട് എന്ന് പറയുന്നത് നോൺ സ്റ്റിക്കിൻ്റെയാണ്. അതിൽ ചെറിയ കപ്പ് കേക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എങ്കിലും അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിവശം പരന്നിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് നമുക്ക് ഗ്യാസുമേ കറക്റ്റായിട്ട് വെക്കാനായിട്ട് സാധിക്കും. എൻ്റെ പഴയ ഉണ്ണിയപ്പത്തട്ടിൽ അങ്ങനെ ഇതില്ലാത്തതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല. അതിൽ പക്ഷേ വലിയ വലിയ കേക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കറക്റ്റായിട്ട് തോന്നുന്നതെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്ന കപ്പ് എങ്ങനെയാണ് തയ്യാറാക്കണത് എന്ന് നോക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതില്ലാത്തവർക്ക് നമ്മളൊരു ബട്ടർ പേപ്പർ എടുക്കുക. ബട്ടർ പേപ്പർ 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു കപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് മടക്കിയിട്ട് നിങ്ങൾക്ക് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബട്ടർ പേപ്പർ 4ആയി മടക്കിയിട്ട് അതിൻ്റെ മോനെയുള്ള വശമുണ്ടല്ലോ ആ വശത്തുനിന്ന് ഒരു സ്കെയിൽ നടുവിലേക്ക് പിടിക്കുക. അപ്പം നമ്മൾ അതിലൊരു 4.5 സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം അത് കട്ട് ചെയ്യുക. നമുക്ക് കറക്റ്റ് 4 സെൻറ്റിമീറ്റർ വേണ്ടു. പക്ഷെ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അരികൊക്കെ ഒന്ന് ഭംഗിയാക്കി വരുമ്പോഴേക്കും ഒരു 4 സെൻറ്റിമീറ്റർ ആവും. ഞാൻ ഒന്നുകൂടി വിശദമായി പറഞ്ഞു തരാം. അതായത് ബട്ടർ പേപ്പർ നമ്മൾ 4ആയി മടക്കിയതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ നിന്ന്, അതായത് മുകളിൽ മുനയുള്ള ഭാഗത്ത് നിന്ന് നടുഭാഗത്തേക്ക് നമ്മളൊരു സ്കെയിൽ വെച്ച് 4.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി അവിടെ കട്ട് ചെയ്ത് റൗണ്ടിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കപ്പ് കേക്കിൻ്റെ ആകൃതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് വരുത്താം. പിന്നെ ഇതിലുള്ള ആ ചുളിവും അതുപോലെ ആ അടിയിലുള്ള ആ ഷേപ്പൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ഐഡിയ പ്രകാരം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ആശീർവാദിൻ്റെ നെയ്യിൻ്റെ ഡപ്പയുടെ മൂടി എടുത്തിരിക്കുന്നതാണ്. അതായത് ചെറിയൊരു ആശീർവാദിൻ്റെ നെയ്യ് അതിൻ്റെ മൂടി എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പത്തട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷേപ്പിൽ തന്നെ ഇരുന്നോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണമെങ്കിലും ഇതിൽ മാറ്റം വരുത്താൻ ഞാനൊരു ചെറിയ ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കേക്കിൻ്റെ ബാറ്ററിൽ സ്വല്പം യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഞാനൊരു കളർഫുള്ളാകാൻ വേണ്ടി ചേർത്തിരിക്കുന്നതാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ തട്ടിലേക്ക് സ്വല്പം എണ്ണ തടവേണ്ടതുണ്ട്. ഞാനിതിൽ എണ്ണ തടവി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഓരോ കപ്പുകൾ വെച്ച് കൊടുത്ത് നമുക്കതിലേക്ക് ആവശ്യാനുസരണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ബബിൾസ് വരാതിരിക്കാനായിട്ടൊന്ന് തട്ടിയതിന് ശേഷം ഗ്യാസുമേക്ക് വെച്ച് കത്തിക്കാം. കറക്റ്റായിട്ട് മൂടിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതിയാവും. നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കി അത് വെന്തോന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു 6 മിനിറ്റ് കറക്റ്റായിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരുന്നത്. ഇത് വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഒഴിച്ചത് സ്വല്പം കൂടിപ്പോയതുകൊണ്ട് ഇത് പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി പുറത്ത് വന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത കേക്ക് ഇതേപോലെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിൽ ബാറ്ററി കുറച്ച് വെച്ചതുകൊണ്ട് ഇത് പുറത്തൊന്നും പോകാണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇനി നമുക്ക് കപ്പൊന്നുമില്ലാതെ തന്നെ ഉണ്ണിയപ്പത്തട്ടിൽ നേരിട്ടിട്ട് ബാറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിറയെ ഒഴിച്ചു കൊടുത്താൽ അത് വീർത്ത് പുറത്തേക്ക് പോവും. അത് കാരണം ഞാൻ ചെറിയ ചെറിയ കേക്കുകളാണ് ഇതിൽ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതും അതെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കത്തിച്ചതിന് ശേഷം 5 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാവും. നമുക്ക് മൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റായി ഞാനിത് തുറക്കുകയാണ്. തുറന്നിട്ട് ഇതൊന്ന് മറച്ചിടേണ്ട ആവശ്യമുണ്ട്. ഇത് മറച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് ആ നേരത്ത് ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്തിട്ടിട്ട് ആ ചൂടിൽ കിടന്നിട്ട് തന്നെ അത് വെന്ത് കറക്റ്റ് ആയിക്കോളൂ. ഇതിൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ മറച്ചിട്ടതിന് ശേഷം കത്തിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കരിഞ്ഞു പോവും. അതുകൊണ്ട് പക്ഷെ മറച്ചിടുന്ന നേരത്ത് നമ്മൾ അടിഭാഗം വെന്തിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ധൈര്യമായിട്ട് മറച്ചിടാം. നല്ല ബ്രൗൺ കളറിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എനിക്ക് കറക്റ്റ് ഒരു 4 മിനിറ്റാണ് ആവശ്യം വന്നത്. മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ട് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് ആ ജസ്റ്റ് ഒരു മിനിറ്റിൻ്റെ ചൂടുകൊണ്ട് അത് മറ്റേ സൈഡും
കറക്റ്റായിട്ട് കിട്ടി. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കും വാനില കപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. എല്ലാവർക്കും PRS കിച്ചൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. നന്ദി, നമസ്കാരം.